വിനീത വി ജിയിലേക്ക് അമൃത്സറിലാണ് നമ്മുടെ വിനീത വി ജി. വിനീതയിലേക്ക് പോകുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. താങ്കളുടെ പുതിയ സ്ഥലത്തെത്തി ഫിറോസ്പൂരിലാണ് എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ ഫിറോസ്പൂരിൽ തന്നെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഇവിടെയൊക്കെ കടകളൊക്കെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വലിയ ജാഗ്രതാ നിർദ്ദേശം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫിറോസ്പൂരിൽ നിന്ന് ഏതാണ്ട് അകലമുള്ള ഒരു ഗ്രാമത്തിലാണ്, ഒരു 10 മിനിറ്റ് അകലമുള്ള ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു ആക്രമണം ഉണ്ടായിരുന്നത്. അവിടെ ആ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ആശുപത്രിയിലേക്കൊക്കെ തന്നെ രാത്രിയോടുകൂടി മാറ്റിയിട്ടുമൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറിയ ആശങ്കയിലൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ. പക്ഷേ ശക്തമായി തന്നെ സൈന്യം ശക്തമായി പ്രതിരോധം തീർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഈ സാധാരണക്കാരാണ് ഈ മേഖലകളിൽ ഏറ്റവും അധികം താമസിക്കുന്നത്. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഈ കച്ചവടക്കാർ, കൃഷിക്കാർ, ഇങ്ങനെയുള്ള സാധാരണക്കാർ, കൃഷിയൊക്കെ ഉപജീവനമാർഗമാക്കി ജീവിക്കുന്ന സാധാരണക്കാർ തന്നെയാണ് ഈ മേഖലകളിൽ ഏറ്റവും അധികവും താമസിക്കുന്നത്. ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും. ഇപ്പോൾ നിലവിൽ ഈ കടകളൊക്കെ ഇങ്ങനെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് തുറക്കില്ല എന്നൊക്കെയാണ് ഇവരുമൊക്കെയായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. ഇന്നലെ ഈ ഭാഗത്താണ്, ഇതിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ്, പേമാക്കി പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ ഒരു ആശങ്ക അവർക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. सिचुएशन तो ठीक है, लेकिन जो पता लग रहा है प्रशासन से गड़बड़ी हुई है. कल रात को भी हुई. यहाँ पे एक रॉकेट गिरा था जिसमें 3 जने घायल हो गए थे. एक महिलाएं थी, एक बच्चा. हमारा साथ है ना. हाँ जी, हाँ जी. और एक महिलाएं थी और एक बच्चा था और एक बुजुर्ग थे. लेकिन महिलाएं थोड़ी सी ज़्यादा ही सीरियस थी. उसको रेफरेंस DMC लुधियाना कर दिया था. तीनों हॉस्पिटल है और 3 हॉस्पिटल हैं, 2 यहाँ फिरोजपुर में ही हैं, लेकिन उनका ट्रीटमेंट सही चल रहा है. प्रशासन पूरा साथ दे रहा है. पब्लिक भी प्रशासन का साथ दे रही है. हाँ जी, पूरा क्लोज है ना. आज पूरा क्लोज है. आज प्रशासन की तरफ से लॉसमेंट की थी, जिसके कारण पब्लिक ने पूरा अपने आप दुकानें बंद रखी हैं. नाइट में पूरा डर है ना मन में. मन तो था ही. रात को अटैक हो रहे थे. कई ड्रोन चल रहे हैं. 100-150 अटैक हुए हैं, पर ये अभी बचाव रहा है. एक बस खाई में हुआ था, उसमें 3 घायल हुए हैं. बचाव. पहले इंसिडेंट और कंटिन्यू है वो 2-3. नहीं, कल जो हुआ है वो फर्स्ट टाइम ही हुआ है. लेकिन बाकी तो JNK में तो चल ही रहा है, आपको मालूम ही है. लेकिन पंजाब में फिरोजपुर के अंदर आज कल फिरोजपुर में फर्स्ट इंसिडेंट है. हाँ, फर्स्ट. हाँ जी. തീർച്ചയായും എസ് കെ, ഫിറോസ്പൂരിലെ ഈ പേമാക്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഗുരുദാസ്പൂർ, പത്താൻകോട്ട് മേഖലകളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഡ്രോണുകൾ വീണതും അതിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് അവർ വലിയ ആശങ്കയിൽ തന്നെയാണുള്ളത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഈ അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഉണ്ടായ ആ ആക്രമണത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച്. അതിൽ ഒരാളുടെ നില ഒരല്പം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലേക്ക്, ആ വീടിന്റെ ഭാഗത്തേക്കായിരുന്നു ഈ ഡ്രോൺ പതിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവിടെ ഒരു വാഹനവും കത്തിയതായിട്ടുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു അപായ മുന്നറിയിപ്പോ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സൈറൻ മുഴങ്ങും. അതിനനുസരിച്ച് ആളുകൾ കൃത്യമായി അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. കടകളൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഫിറോസ്പൂരിലെ ഒരു മെയിൻ മാർക്കറ്റിലാണ്. ഈ കടകളൊക്കെ പൂർണ്ണമായും ഇന്ന് അടച്ച് ഇട്ടിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ രാവിലെയൊക്കെ എത്തുന്നു. അവരുടെ ജനജീവിതം രാവിലെയൊക്കെ ഇങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ എങ്കിൽ അങ്ങനെ പറയുമ്പോഴും അവർക്ക് ഈ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക അത് വളരെ വലുത് തന്നെയാണ്. ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് അവരെ വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് തന്നെയാണ് ആഴ്ത്തുന്നത്. പക്ഷേ ഈ അതിർത്തി മേഖലകളടക്കം പാകിസ്ഥാൻ ഇങ്ങനെ ആക്രമണം മുന്നോട്ട് വയ്ക്കുമ്പോഴും ശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അമൃത്സറിൽ ഇന്ന് രാവിലെ സൈറൻ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. 2 തവണയാണ് അവിടെ സൈറൻ മുഴങ്ങിയത്. അതൊരു അലേർട്ടിന്റെ, ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പഞ്ചാബിൽ ഇന്ന് കൺട്രോൾ റൂം കൂടി തുറന്നിരിക്കുകയാണ്. ഓരോ ജില്ലകളിലും കൃത്യമായിട്ടുള്ള സേവനം ഉറപ്പാക്കുക, അവർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് നടപടി. ഓക്കെ, താങ്ക് യു. ഫിറോസ്പൂരിൽ നിന്നാണ് വിനീത വി ജി ചേർന്നത്. അതിനിടയ്ക്ക് മോഹൻദാസ് പറയുന്നു, പാവം ആ വിനീതയ്ക്ക് ഒത്തിരി ക്ഷീണമുണ്ട്, ഉറക്കം കുറവുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്, ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും മോഹൻദാസ്, നമ്മളൊരു ഒരു നോർമൽ കാലാവസ്ഥയല്ലല്ലോ. നമ്മൾ എല്ലാവരും 16-18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുകയാണ്. വിനീതയും വളരെ ശക്തിയോടെ, കരുത്തോടെ തന്നെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയാണ്. വിനീത കരുത്തിയാണ്. ഷീസ് അവർ ഫയർമാൻ ജേർണലിസ്റ്റ്, യു നോ.